വിവാഹം കഴിഞ്ഞിട്ട് അധിക നാളാവാത്ത ഒരു യുവാവ് നടന്നു പോകുന്ന സന്ദർഭത്തിൽ കൂടെ ഓടി വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറയാൻ വേണ്ടി പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു. വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷത്തിലും ജീവിത പ്രയാസത്തിലുമാണ് ആ വിവാഹാനന്തരം. കാരണം ഭാര്യ വീട്ടിലെത്തി, ആകെ പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? അവൾ ചെറുപ്രായമാണ്. അപ്പോൾ അവൾ ജോലി ചെയ്തിട്ട് വീട്ടുകാർക്ക് എന്ത് ചെയ്യുന്നില്ല, വാപ്പക്കും ഉമ്മക്കും അവളുടെ ജോലി മതിയാവണില്ല. അവൾ അത്ര കഴിവുള്ളവളല്ല, ജോലികൾ മുഴുവൻ സമ്പൂർണ്ണമായി ചെയ്യുന്നില്ല, അവളെ കൊണ്ട് ഉപകാരമില്ല. അങ്ങനെ എല്ലാ സന്ദർഭത്തിലും അവളെക്കുറിച്ചുള്ള പരാതികളാണ് നിരന്തരം കേൾക്കുന്നത്. അപ്പോൾ പൊതുവേ മാതാപിതാക്കൾ അങ്ങനെ പറയുമ്പോൾ ആ പാരൻസുമായിട്ടുള്ള പഴയ ബന്ധങ്ങൾക്ക് പ്രശ്നമാണ്, വീട്ടിലെപ്പോഴും പ്രയാസമാണ്. അവളും കുറച്ചൊരു മടിയൊക്കെ ഉണ്ട് അവൾക്ക് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തെങ്കിലും അവളോട് പറയുകയാണെങ്കിലും അവളും അവളെ നിലപാടുകൾ മാറ്റാനൊന്നും തയ്യാറല്ല. അവൾ ആ നിലക്ക് തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ പറയാമെന്നുള്ളൂ, പറഞ്ഞിട്ടും അതുകൊണ്ട് പ്രയോജനമില്ലാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അത് അവളുടെ ഒരു സ്വഭാവമാണ്, വീട്ടിൽ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഇപ്പോൾ പൊതുവെ ആളുകൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെ സത്യത്തിൽ അത് വളരെ ശരിക്കും അയാൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഒന്ന് ഇമോഷണലായിട്ട് ഒന്ന് കരഞ്ഞ് ഒന്ന് മനസ്സ് പൊട്ടിയിട്ടാണ് സംസാരം തുടങ്ങുന്നത്. അപ്പോൾ നല്ല കരുത്തുള്ള ഒരു യുവാവ് മനസ്സ് പതറിപ്പോകുന്നത് കാണുന്ന രംഗമാണിതൊക്കെ. സത്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവിടെ അദ്ദേഹം ഈ വിഷമം പറയുന്ന ആരെക്കുറിച്ചാണ്? തന്നെ എത്രയോ കാലം വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ, അതേപോലെ തന്നെ തന്നെ സ്നേഹിച്ച് തൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ ഇഷ്ടപ്പെട്ട് കൂടെ ജീവിക്കുന്ന തൻ്റെ ഭാര്യ. ഈ രണ്ട് കൂട്ടർക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മനോവേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. സത്യത്തിൽ അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ശ്രമകരമായൊരു ജോലിയാണ്. കാരണം പാരൻസിനോട് എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യും, ഭാര്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന പോലെയും ഭാര്യയുടെ ഭാഗം ന്യായീകരിക്കുന്ന പോലെയും ഒക്കെ തോന്നും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. വൈഫിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? വീട്ടിൽ അവൻ്റെ വാപ്പയും ഏതായിരുന്നാലും പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഇവനും അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് അതും ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ സത്യത്തിൽ ഇവൻ്റെ ഒരു പ്രയാസം അവർ രണ്ടിൽ ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായി കിട്ടലാണല്ലോ ഇതിൽ പ്രധാനം. പക്ഷെ അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായി നമുക്ക് എന്താണ് അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും വാപ്പയും ഉമ്മയും പറയുന്നത് അന്യായമാണെന്നോ അത് ശരിയല്ലെന്നോ എന്ന നിലക്ക് അവരെ തിരുത്താനോ അവരെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവളുടെ ഭാഗം ന്യായീകരിക്കാനോ അവളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാനോ ശ്രമിക്കരുത്. അങ്ങനെ വരുമ്പോൾ അവർ ആരോപണങ്ങൾ പറയുന്നു, അവർ വെറുതെ അന്യായമായിട്ട് അവളെ ദ്രോഹിക്കുന്നു എന്നു മാത്രമല്ല, നീ എന്താണ് മാതാപിതാക്കൾക്കെതിരാണ്, നീ ഭാര്യയ്ക്ക് അനുകൂലമാണ്, ഇങ്ങനെ ധാരാളക്കണക്കിന് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തിക്കും. അതുകൊണ്ട് ദയവ് വിചാരിച്ച് പാരൻസിനെ തിരുത്താൻ പോകരുത്. പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ നിന്നെ ആശ്രയിച്ച് വീട്ടിൽ വരുമ്പോൾ അവളങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നിന്നോടും അവൾക്ക് വെറുപ്പ് വരും. പിന്നെ അവൾക്ക് വീട്ടിൽ നിൽക്കാൻ തീരെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അവളുടെ മനസ്സിന് അസ്വസ്ഥതയും വിഷമമുണ്ടാകുന്ന രൂപത്തിൽ അവളെ കുറ്റപ്പെടുത്താനും അവളെ ഉപദേശിക്കാനും അവളെ പറഞ്ഞ് നന്നാക്കാനും പോവാതിരിക്കുകയാണ് നല്ലത്. ഒന്ന്, ഈ ഒരു അവസ്ഥയിൽ നീ ഒരിക്കലും ഒരു കുറ്റവാളിയല്ല എന്ന് നീ ആദ്യം മനസ്സിലാക്കുക. ആണെങ്കിലല്ലേ നമ്മൾ വെറുതെ മനോവിഷമപ്പെടേണ്ടതുള്ളൂ. ഇതിൽ നീ ഒരു പ്രതിയല്ല. മാതാപിതാക്കൾ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പെരുമാറുന്നു, വൈഫ് അവളുടെ കാഴ്ചപ്പാടനുസരിച്ച് പെരുമാറുന്നു. ആ രണ്ടുപേരുടെയും പെരുമാറ്റങ്ങളും അവർ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിലും നീ കുറ്റവാളിയല്ല. അവിടെ നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് അവർ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. നീ ചെയ്യണം എന്താ വെച്ചാൽ, അവൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പാരൻസ് പറയുമ്പോൾ അത് അംഗീകരിച്ച് കൊടുത്ത് അത് ശരിയാക്കിയെടുക്കാൻ നീ പരിശ്രമിക്കുന്നുണ്ട് എന്ന നിലക്കും അത് ശരിയാക്കാനുള്ള വഴികളെക്കുറിച്ച് അവരോട് ചോദിച്ചും ഒക്കെ എന്ത് ചെയ്യാം, നീ അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് തോന്നണം വൈഫിന് എല്ലാ നിലക്കും എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ ഒരു സഹകരണം കിട്ടാൻ കഴിയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് നോക്ക് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുക, അവളെ കൂടെ നിർത്തി അവളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് കൊടുക്കുക. ഇനി ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കാര്യങ്ങൾ വീട്ടിൽ നിൽക്കാൻ അവൾ പറ്റില്ലെന്ന് പറയുമ്പോൾ അവളെ വീട്ടിൽ നിർത്താതിരിക്കലല്ലേ പിന്നെ പറ്റുള്ളൂ. അവൾക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവളെ വീട്ടിൽ നിൽക്കണം. അപ്പോൾ നമുക്കൊരാസ്ഥാനവും അത്താണിയൊക്കെ ആകുന്നത് വരെ അവൾക്ക് കൂടുതൽ സൗകര്യവും ആശ്വാസപ്രദവും അവളെ വീട്ടിലാണെങ്കിൽ തൽക്കാലം അവിടെ നിൽക്കാൻ അനുവദിക്കുക. അതൊരു പിണക്കമോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കലോ അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സോ ഒന്നും അല്ല.
തൽക്കാലം അവൾക്ക് കംഫർട്ട്, അവൾക്ക് സൗകര്യവും ആശ്വാസവും അവളെ വീട്ടിലാകുന്നതുകൊണ്ട് അവിടെ നിൽക്കുന്നു മാത്രം. പക്ഷെ അപ്പോൾ അവൾക്കുണ്ടാകുന്ന അസൗകര്യം എന്നും അയാൾക്ക് വരാനും അയാളെ ജോലി വിട്ട് വരാനും വൈഫ് ഹൗസിലേക്ക് വരാനും പറ്റൂല. അപ്പോൾ ഫോണിലൂടെ ബന്ധപ്പെടും, സംസാരിക്കും. അപ്പോൾ സ്ഥിരമായി കൂടെ നിൽക്കാൻ ചില കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സഹിച്ച് നിൽക്കാൻ അവൾ സന്നദ്ധമാകും കുറച്ച് കഴിയുമ്പോൾ, കുറേ അവളെ വീട്ടൊറ്റപ്പെട്ട് നിൽക്കുമ്പോൾ. അതേപോലെ അവൾ ഇവിടെ ഇല്ലാതിരിക്കുമ്പോഴുള്ള വിഷമങ്ങൾ ആലോചിച്ച് മാതാപിതാക്കളും അവളെ കൊണ്ടുവരാനുള്ള താല്പര്യങ്ങൾ, അപ്പോൾ രണ്ടു കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സമയത്ത് കൊണ്ടുവന്നാൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് തൽക്കാലം ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളെപ്പോഴും മറ്റുള്ളവർ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ഉൾക്കൊള്ളുകയും പാരൻസ് ചിന്തിക്കണം. നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചാൽ അവർക്കൊരു പ്രയാസം വന്നുകൂടല്ലോ. ആ പ്രയാസം അവർക്ക് വരാതിരിക്കാൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അത് മുതിർന്ന മാതാപിതാക്കൾ അവരെ സഹായിക്കണം, ഒറ്റപ്പെടുത്തി വിഷമിപ്പിക്കരുത്. അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളും എന്താണ്, നമുക്ക് വീട്ടിലൊരു സ്വസ്ഥത കിട്ടാൻ പറ്റുന്ന ചില ത്യാഗങ്ങൾക്കും ചില സഹകരണങ്ങൾക്കും അവരും തയ്യാറാവുമ്പോൾ മാത്രമേ പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇത്തരം വിവാഹിതരായ ആളുകൾ വിവാഹം ഒരു വിഷമമായി പോയോ എന്ന് സങ്കടപ്പെടുന്നൊരവസ്ഥ ഒഴിവാക്കാൻ അതാണ് ഏറ്റവും നല്ലത്.